വളരെ പ്രൊമോഷനും തള്ളി മറിക്കലും കൊണ്ട് പ്രീ ബുക്കിങ്ങും സംഭവങ്ങളും മറ്റുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ സിനിമയിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ, സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം തൊട്ട് വീഴും. നേരെ മറിച്ച് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സിനിമ ഇറക്കുകയും ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിൽ ആളുകൾ ഒന്നും കാണാതിരിക്കുകയും എന്നാൽ സിനിമയിൽ സാധനം ഉണ്ട്, അതിന് കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തൊട്ട് കഥ മാറും, ആള് കയറും, ഇതിൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അതാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതൊരു ലെവലാണ്. ആ ഒരു പ്രൊമോഷൻ്റെ മുന്നിൽ വേറെ ഒരു തള്ളു നടക്കൂല. എത്ര ഇന്റർനാഷണൽ മാർക്കറ്റിൽ നടത്തിയിരുന്നാലും കാര്യമില്ല. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ ഇന്നലെ ലാലേട്ടാ, ഇതാണ് സിനിമ, ഇതാണ് നമ്മൾ കാത്തിരുന്നത്, നിങ്ങളുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. തരുൺ മൂർത്തി, ബിഗ് താങ്ക്സ്. ആ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്നതിന്. എന്നാ സിനിമയാണല്ലേ. കണ്ടവർ ഒരുപാടുണ്ട്, കാണാത്തവരുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതേ, ഈ പ്രീ ബുക്കിങ്ങും പ്രൊമോഷൻ കൊണ്ട് വളരെ പ്രൊമോഷനും തള്ളി മറിക്കലും കൊണ്ട് പ്രീ ബുക്കിങ്ങും സംഭവങ്ങളും മറ്റുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ സിനിമയിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ, സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം തൊട്ട് വീഴും. നേരെ മറിച്ച് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സിനിമ ഇറക്കുകയും ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിൽ ആളുകൾ ഒന്നും കാണാതിരിക്കുകയും എന്നാൽ സിനിമയിൽ സാധനം ഉണ്ട്, അതിന് കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തൊട്ട് കഥ മാറും, ആള് കയറും, ഇതിൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അതാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതൊരു ലെവലാണ്. ആ ഒരു പ്രൊമോഷൻ്റെ മുന്നിൽ വേറെ ഒരു തള്ളു നടക്കൂല. എത്ര ഇന്റർനാഷണൽ മാർക്കറ്റിൽ നടത്തിയിരുന്നാലും കാര്യമില്ല. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ ഇന്നലെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു. കാരണം സിനിമ അത്രത്തോളം മികച്ചൊരു സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലാലേട്ടൻ്റെ മികച്ച പെർഫോമൻസ് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോളൂ. ഇത് നമ്മൾ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയാണുണ്ട്. ആ സാധനം അത്രത്തോളം ഉള്ള ഒരു കണ്ടന്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രത്തോളം രസാവഹമായിട്ടുള്ള മൂമെൻറ്റ്സും എക്സ്പ്രഷൻസും മാനറിസംസും കഥയുടെ പോക്കുമൊക്കെ മികച്ചതാണ്. ഒരു സിനിമ നമ്മളെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു സിനിമ നമ്മളെ ലാഗടിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ ഒരു സ്ഥലത്ത് ഒരു ഇഴച്ചിലുണ്ടാക്കാതെ നമ്മൾ ആ സിനിമയുടെ കൂടെ സഞ്ചരിച്ചു എന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയമാണ്. നേരെ മറിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ലോകത്ത് പോയി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചിന്തിക്കുകയും മറ്റു കാര്യങ്ങൾ ചിന്തിക്കുകയും ആ സിനിമയുടെ അതിലോട്ട് നമുക്ക് മുഴുകി സഞ്ചരിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു ഇതില്ല എന്ന് തന്നെയാണ്. സിനിമയിലോട്ട് നമ്മളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഒരു സിനിമ അതിൻ്റെ വിഷ്വലൈസേഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് അതിൻ്റെ വില്ലൻ കഥാപാത്രം കണ്ടു. വില്ലൻ കഥാപാത്രത്തിൻ്റെ ഒരു ശബ്ദം മോഡുലേഷൻ, അത് ആരാണ് ഡബ് ചെയ്ത് അറിയില്ല, സ്വന്തമായിട്ടാണോന്നും അറിയാം. അദ്ദേഹം പ്രകാശ് വർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ മികച്ചൊരു കഥാപാത്രം. നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചില്ല ഇദ്ദേഹം ആണ് വില്ലൻ, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് എന്താ പറയുക ഒരു ലെവലിലോട്ട് അഭിനയിച്ച് എത്തിക്കുമെന്നുള്ളതൊക്കെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പോകെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം. സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ചിലർ ദൃശ്യ മോഡലാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസിക്കായിട്ടുള്ളൊരു സാധനം എടുത്ത് വെച്ചിരിക്കുമ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഹിന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയാം ആ സിനിമ പോലെയാണ്, ഈ സിനിമ പോലെയാണ്. പക്ഷെ അതല്ല. ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ്. പിന്നെ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ, അത് കുറേ കാലത്തിന് ശേഷം നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ ലാലേട്ടനെ നമുക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ്, അദ്ദേഹത്തിൻ്റെ ചില മാനറിസംസ്, ചിലർ പറയുന്ന ആ മുഖത്തിന് ഭാവങ്ങൾ വരില്ല. ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമയും പറയാനില്ല, അത് കോട്ടൺ സൂട്ട് വിട്ട് മറ്റേ കൊണ്ട് ഫാൻസി ഡ്രസ്സ് കളിപ്പിക്കുന്ന ലാലേട്ടനല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം. അതൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് ഉണ്ട്, ക്രിയേഷൻ ബെസ്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷേ മണ്ണിലേക്ക് ഇറങ്ങി നിന്ന് പച്ചയായ ഒരു മനുഷ്യനായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ലാലേട്ടന് പക്ക ചേരും. അദ്ദേഹത്തിൻ്റെ അത് കിടപിടിക്കാൻ മറ്റൊരു നടനുണ്ടോ എന്നുള്ളത് അത് സംശയമാണ്. അത് അത്രത്തോളം മികച്ച ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ. ചെറിയ മൂമെൻറ്റ്സിൽ പോലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം. അതിന് തരുൺ മൂർത്തി എന്ന് പറയുന്ന ക്രാഫ്റ്റ്സ്മാൻ, ആ ഡയറക്ടർ, അതിന് ബിഗ് സല്യൂട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ചില വിഷ്വൽസ്, ഉരുൾപൊട്ടലിൻ്റെ വിഷ്വൽസ് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് രീതിയിലാണ് ക്രിയേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ, VFX മറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജനങ്ങളിലോട്ട്, നമ്മുടെ കാണുന്ന പ്രേക്ഷകരിലോട്ട് എത്തിക്കുക, അത്രത്തോളം മികച്ചതാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അശ്വന്ത് കോക്ക് പല റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, പല റിവ്യൂ ചെയ്യുന്ന എല്ലാവരും ഒരേ അഭിപ്രായം കേട്ടോ. അതാണ്
ഇന്നലെ തന്നെ ഞാൻ രണ്ടരയ്ക്കാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടിറങ്ങി 5:30. പിന്നെ വേറെ കുറച്ച് തിരക്കുകൾ കാരണം ഇന്നലെ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാം. നമ്മുടെ ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. ഒരു പച്ചയായ ഒരു സിനിമ നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഗ്യാരൻറ്റീഡായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം. പൈസ വസൂലാണ്. പക്ക ഒരു എൻ്റർടൈനറാണ് ഈ ഒരു മൂവി. പിന്നെ ഏത് ഭാഷയിലോട്ടാണെങ്കിലും ഇത് റീമേക്ക് ചെയ്യാം. റീമേക്കിങ്ങിനുള്ള സാധ്യതകൾ ഒരുപാടുള്ളൊരു മൂവിയാണ്. കാണാം. സൂപ്പർ.